നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളിപ്പം കാണുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായ കുറച്ച് വിഷ്വൽസ് ആണ്. ഇതിൽ കുറെ ആൾക്കാർ അവിടെ കസേരയിൽ ഇരിക്കുന്ന കാണാം, എന്നാൽ കുറെ അവിടെ വൈറ്റ് കസേര കാണാം, അതായത് ആളില്ലാത്ത കസേരകൾ. ഇത് ആക്ച്വലി നിങ്ങൾ ഇത് ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത്രയും എന്താ പരിപാടി നടത്തിയിട്ട് ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. ആക്ച്വലി അതല്ല. ആ കാണുന്ന വൈറ്റ് കസേര അല്ലെങ്കിൽ ആ ഇല്ലാത്ത കസേര മൊത്തം AI ജനറേറ്റഡ് ആണ്. അതായത് ചില പാർട്ടി വിരോധികളും അയ്യപ്പ വിരോധികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് അവിടെ ബ്ലാങ്ക് ആക്കി ആൾക്കാരെ ഇല്ലാത്ത രീതിയിൽ എന്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ. പക്ഷെ ഇത് ഉണ്ടാക്കിയാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും നമുക്ക് കിട്ടേണ്ട വോട്ട് നമുക്ക് കിട്ടും. അതിലുപരി നിങ്ങൾ കളിക്കുന്നത് വിശ്വാസികളോടും അയ്യപ്പനോടും കൂടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വലിയ സ്പീച്ചൊക്കെ നടത്തിയല്ലേ, അതിൻ്റെങ്കിലും ഒരു മാന്യത കാണിക്കണ്ടേ. അവൻ്റെ AI നല്ല നല്ല കാര്യത്തിന് യൂസ് ചെയ്യും. ഇതുപോലൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ ഒന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് പ്ലീസ്. എത്രയോ പൈസ മുടക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ പരിപാടി നടത്തുന്നത് വോട്ടിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് നടത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് AI കൊണ്ടുവന്ന് അവിടെയുള്ള ആൾക്കാരെ മാറ്റി ആ കാൽക്കസേരയാക്കി ആൾക്കാരെ പറ്റിക്കുന്നു. ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഇതൊക്കെ എടുത്ത് ന്യൂസ് ആക്കുന്ന ആൾക്കാരോട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കാണുന്നത് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ശരിക്കും വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടി വളരെ വിജയകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മൊത്തം വിശ്വാസികളുടെ വോട്ടും നമുക്ക് തന്നെയുള്ളതാണ്. അതുകൂടാതെ ഇത്രയും വിജയകരമായ അയ്യപ്പ സംഗമം കണ്ടിട്ട് ഒരു എക്സ്ട്രാ ബോണസ് എന്ന രീതിയിൽ അയ്യപ്പൻ വരെ പുലിപ്പുറത്ത് വന്ന് വോട്ട് ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ് അല്ലെങ്കിൽ ചെറിയൊരു റിപ്പോർട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളും അയ്യപ്പൻ്റെ കൂടെ വന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.